ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നാളുകൾ കൂടി ഞാനൊരു വീഡിയോ ഇട്ടത്, പക്ഷേ അതങ്ങനെ ആരും കണ്ടിട്ടില്ല കേട്ടോ. ദയവായിട്ട് ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഫുള്ള് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്കറിയാം ഒരുപാട് ഗ്യാപ്പ് വന്നുകൊണ്ടായിരിക്കാം നിങ്ങളങ്ങനെ ചെയ്തത്. കുഴപ്പമില്ല, ഇനിയുള്ള വീഡിയോകളൊക്കെ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്, നാടൻ തോരൻ കറി. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന ചക്കക്കുരു കേട്ടോ. അപ്പോൾ ഈ ചക്കക്കുരുവൊക്കെ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ടി കുറച്ച് അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചക്കക്കുരും അതുപോലെ നമ്മുടെ വള്ളിപ്പയറില്ലേ, അതും വെച്ചിട്ടാണ് ഈ ഒരു തോരൻ കറി തയ്യാറാക്കുന്നത്. നല്ല നാടൻ തോരൻ കറി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ കറിയാണ്. അപ്പോൾ നമുക്കിത് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് മൊത്തം വേകണ്ട, ഒരു 3/4 ഭാഗം വെന്താൽ മതി. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവോളയും അതുപോലെ പച്ചമുളകും നമ്മുടെ പയർ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പയർ വേകാൻ വേണ്ടിയിട്ട് നമ്മളതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 2-3 സെക്കൻഡും കൂടെ ആ പയറൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾക്ക് നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നാടൻ കറിയല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ തോരൻ കറി കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു അതുപോലെ പയറും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് 1-2 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക, അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗരം മസാല ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കറിക്ക്. നമ്മൾ സാധാരണ അങ്ങനെ തോരൻ കറിക്കൊന്നും ഗരം മസാല ചേർക്കാറില്ല, പക്ഷേ ഈ ഒരു കറിക്ക് അങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരും വള്ളിപ്പയറും വെച്ചിട്ടുള്ള തോരൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു കറി കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കണം, എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞാൻ പറയാറുള്ളതുപോലെ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.